ഹലോ. ഇപ്പോൾ യൂണിഫോമിലൊക്കെ കണ്ടുവരുന്ന പീറ്റർ പാൻ കോളർ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബോഡി പാർട്ട് ആദ്യം കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഞാൻ വേണ്ടിയിട്ട് ഷോൾഡർ 5 ഇഞ്ച്, ആം ഹോളും 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ചെസ്റ്റ് 6.5 അതിനോട് സീം അലവൻസ് ആയിട്ട് 1.5 കൂട്ടിയെടുത്തത്. വേസ്റ്റ് അതുപോലെ 6.25, സീം അലവൻസ് ആയിട്ട് 1.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നെക്ക് വൈഡ് ചെയ്യേണ്ടത് പറഞ്ഞാൽ നെക്ക് വൈഡ് 2 ഇഞ്ചാണ്. പക്ഷെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ 1.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് അതിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 2 ഇഞ്ചായിട്ട് വരും. ഞാൻ 1.25 മാർക്ക് ചെയ്തിരുന്നു. താഴോട്ടേക്ക് നമ്മൾ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 3.25 കോളർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ 3.25 ഇതിന് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ട് വരച്ചെടുക്കുക. ബാക്കിനൊക്കെ അതുപോലെ 2 ഇഞ്ചാണ്. ഫ്രണ്ടിലേക്ക് മാത്രമായിട്ടുള്ളതാണ് ചെയ്തെടുക്കുന്നത്. ബാക്കിനൊക്കെ 2 ഇഞ്ച് എടുത്തിട്ട് ചെറിയൊരു ഓപ്പണാണ് ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി പീറ്റർ പാൻ കോളർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ഇങ്ങനെ 4 ഫോൾഡായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബോഡി പാർട്ട് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് കറക്റ്റൊക്കെ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ബോഡി പാർട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതിൽ കറക്റ്റ് ചെയ്ത് വെക്കാതെ ഒരു 1/2 ഇഞ്ച് അങ്ങോട്ടേക്കൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് വെച്ചിട്ട് ഈ നെക്കിൻ്റെ ഷേപ്പാണ് നമ്മൾ ആദ്യം വരച്ചെടുക്കുന്നത്. ആദ്യം നെക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നെക്ക് വരച്ചെടുത്തതിന് ശേഷം ടാപ്പ് വെച്ചിട്ട് ഒരു 2.5 മാർക്ക് ചെയ്തെടുക്കുക. കുട്ടികളായതുകൊണ്ടാണ് 2.5 എടുക്കുന്നത്. അത് താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്തെടുക്കുക 2.5. അപ്പോൾ ഇതേ റൗണ്ട് ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. ഇത് സ്റ്റിച്ച് ചെയ്ത് പോകും. അങ്ങനെ നമുക്ക് 2 ആയിട്ടാണ് കിട്ടുക. ഇനി ഇത് റൗണ്ട് ചെയ്തിട്ട് വരയ്ക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു കോർണറിൽ നമ്മളൊരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്നിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരച്ചെടുക്കുക. ഈ ഒരു ഷേപ്പാണ് നമ്മുടെ കോളറിന് വരേണ്ടത്. ഇതാണ് ഇനി നമ്മൾ ഈ വരച്ചതാണ് കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. നാല് പീസായിട്ടാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഇതാ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഇതേ ഒരു ഷേപ്പ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ആദ്യം ഇതേ ഒരു ഷേപ്പ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ 2 എണ്ണം ചെയ്തെടുക്കുക. ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ചെറിയ നോച്ചിട്ട് കൊടുക്കുക. മറച്ചിടുമ്പോൾ നമ്മൾ കറക്റ്റായിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ നോച്ചിട്ട് കൊടുത്തിട്ട്
ഇത് മറിച്ചെടുക്കുകയാണ് വേണ്ടത്. അടുത്ത സ്റ്റെപ്പ് ഇത് മറിച്ചെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് പ്രസ് ചെയ്തിട്ടും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ എൻഡിലൂടെ നമ്മളൊന്ന് ഇത് പ്രസ് ചെയ്തെടുക്കണം. പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിത് കോളർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മളൊരു പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത പീസും ഇതേ സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നെക്കിന് റൗണ്ടായിട്ട് ഇത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ക്രോസ് പീസ് എടുത്തിട്ട് 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ്. അതെടുത്തിട്ട് നമ്മളിങ്ങനെ റൗണ്ടായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക, അങ്ങനെ നിർത്തിയിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ കോളർ കാണുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഷോൾഡറിന് കണക്കായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഈ പീസ് അതിനനുസരിച്ചിട്ട് നമ്മൾ നൂലുകൾ മാറ്റി കൊടുക്കണം കേട്ടോ. ബ്ലാക്ക് അടിക്കുമ്പോൾ ബ്ലാക്ക് നൂലിട്ട് കൊടുക്കുക, ഈ ഒരു ഗ്രീൻ അടിക്കുമ്പോൾ ആ കളർ നൂലിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പീസ് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ക്രോസ് പീസാണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചിട്ട് റൗണ്ട് ചെയ്തടിക്കുമ്പോൾ ക്രോസ് പീസാണെങ്കിലും ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതൊരു ബ്ലാക്കൊക്കെ പ്ലാന്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് കുറച്ച് കട്ടിയുള്ളൊരു ഭാഗം കൂടിയാണ് കേട്ടോ. റൗണ്ട് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും കൂടി നോക്കുക. ഇനി നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കൂടുതൽ 1/4 ഇഞ്ചിൽ കൂടുതലുണ്ടെങ്കിൽ 1/4 ഇഞ്ചിനേക്കാളും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ഫിനിഷിങ് ആവാൻ കിട്ടൂല. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആ പീസ് നമുക്ക് മടക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ടൊന്ന് വേണമെങ്കിൽ ഇത് ഈ ഒരു ഭാഗം നമുക്ക് പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത് ഒരൊറ്റ മടക്കി അതിനെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട്, അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കോളർ എന്ത് ചെയ്യണം, പുറത്തേക്കാക്കി വെക്കണം. കോളർമേൽ അടി വരരുത്. കോളർമേൽ അടി വരാത്ത വിധം കോളർ ഇതുപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇത് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പം കോളർ റൗണ്ട് ചെയ്തിട്ട് ശ്രദ്ധിക്കുക, റൗണ്ട് ചെയ്തിട്ട് തന്നെ ചെയ്തെടുക്കുക. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
പിന്നീട് നമുക്ക് ഷോൾഡറൊക്കെ കൂട്ടിയിട്ട് സാധാ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി വേണമെങ്കിൽ ഇത് അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സൈഡിലും കൂടി ഞാനൊന്ന് പ്രസ് ചെയ്തിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. റൗണ്ട് ചെയ്തിട്ട് തന്നെ പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.